മറന്നുപോയൊരു പുഷ്പത്തിന്റെ മാഹാത്മ്യം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വിഷയം അതാണ്. ഏവർക്കും ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പുഷ്പം ദേവിയുടെ പ്രതീകമാകുന്നു, ആരോഗ്യത്തിന്റെ അമൃതമാകുന്നു. പക്ഷെ ഇന്ന് നാം അതിനെ പരിഹാസത്തോടെയും ഭയത്തോടും കൂടി കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഭാരതീയ സംസ്കാരത്തിൽ പുഷ്പങ്ങൾ വെറുമൊരു അലങ്കാര വസ്തു മാത്രമല്ല, അവ ഓരോന്നും ഒരു ദൈവിക സ്പന്ദനം തന്നെയാണ്. അത്തരത്തിൽ ഏറ്റവും വിശുദ്ധമായത് എന്നാൽ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പുഷ്പമാണ് ചെമ്പരത്തി എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നാം ചെമ്പരത്തിയുടെ മാഹാത്മ്യമാണ് പറയുന്നത്. ഓരോ വീട്ടിലും ചെമ്പരത്തി പൂക്കൾ വിടരട്ടെ, അത് ദേവന് സമർപ്പിക്കപ്പെടട്ടെ, നമ്മുടെ ആരോഗ്യത്തിന് അത് പ്രയോജനപ്പെടട്ടെ. ചെമ്പരത്തിപ്പൂവിന്റെ മാഹാത്മ്യങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ചെമ്പരത്തി പുഷ്പത്തെ നാം പരിഹാസ രൂപേണ ഒഴിച്ചു നിർത്തിയതാണ്. ചെമ്പരത്തിപ്പൂവിന്റെ മാഹാത്മ്യം ഏറ്റവും ഭംഗിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലളിതാ സഹസ്രനാമത്തിൽ തന്നെയാണ്. ലളിതാ സഹസ്രനാമം നിത്യം ജപിക്കുന്നവർ പോലും ചെമ്പരത്തിയെ അകറ്റി നിർത്തിയത് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ദേവിയുടെ സൗന്ദര്യം വർണ്ണിക്കാൻ ആചാര്യൻ തെരഞ്ഞെടുത്തത് ചെമ്പരത്തിപ്പൂവിനെ തന്നെയായിരുന്നു. പല ഘട്ടങ്ങളിലും അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജപാ കുസുമഭാസുരാം എന്ന വരികളിലൂടെ ചെമ്പരത്തി പോലെ തിളങ്ങുന്ന ദേവി എന്നാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. ലളിതാ സഹസ്രനാമത്തിലെ മറ്റ് ചെമ്പരത്തിയുമായി ബന്ധപ്പെട്ട സൂചനകൾ കൂടി നമുക്ക് പരിശോധിക്കാം. ജപാ പുഷ്പ നിഭാകൃതി, കൂടാതെ ബന്ധൂഖ കുസുമ പ്രഖ്യ, അതുപോലെ തന്നെ കൗസുംബ വസ്ത്രഭാസിനി തുടങ്ങിയ വരികളിലൂടെ, ദേവി സ്തുതികളിലൂടെ ചെമ്പരത്തിപ്പൂവുമായിട്ടുള്ള ദേവിയുടെ അഭേദ്യമായ ബന്ധത്തെ ആചാര്യൻ സൂചിപ്പിക്കുകയാണ്. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്ന് തന്നെയാണ് ചെമ്പരത്തി. അത് വെറുതെ ഒരു ഉപമയ്ക്ക് മാത്രമല്ല, അതിന്റെ ആയുർവേദ ഗുണങ്ങളും ദൈവിക സാന്നിധ്യവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആചാര്യൻ അത്തരത്തിൽ ദേവിയെ വർണ്ണിക്കാൻ ചെമ്പരത്തിപ്പൂവിനെ തന്നെ തെരഞ്ഞെടുത്തത്. ഇത് വെറും ഉപമയല്ല, ദേവിയുടെ ശക്തി, ചെമ്പരത്തിയുടെ ചൈതന്യം. ചെമ്പരത്തിയെ ഭ്രാന്തുമായി ചേർത്ത് വെച്ചത് ഒരു അജണ്ടയായിരുന്നു. ഇത്ര വിശുദ്ധമായ ഒരു പൂവിനെ എങ്ങനെ ഭ്രാന്തിന്റെ അടയാളമാക്കി മാറ്റി? ഭ്രാന്തന്മാർ ചെമ്പരത്തിപ്പൂ ചൂടാറുണ്ടെന്നും, അല്ലെങ്കിൽ ഭ്രാന്തുള്ളവർക്ക് ചെമ്പരത്തിപ്പൂ ചെവിയിൽ ചൂടിക്കണം എന്നും ഉദ്ഘോഷിച്ചുകൊണ്ട് നാം ചെമ്പരത്തിയെ പതുക്കെ പതുക്കെ അകറ്റുകയാണ് ഉണ്ടായത്. ആരൊക്കെയോ മെനഞ്ഞെടുത്ത അജണ്ടയിൽ നാം ചെമ്പരത്തിയുടെ ഗുണഗണങ്ങളെ ഒഴിവാക്കി. ചെമ്പരത്തിപ്പൂ ചൂടിയ ഭ്രാന്തൻ. ആരെങ്കിലും ഭ്രാന്തമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ അവരെ കളിയാക്കുന്നതിന് വേണ്ടിയിട്ട് അവന്റെ ചെവിയിൽ ഒരു ചെമ്പരത്തിപ്പൂ എടുത്തു വെക്കൂ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ ചെമ്പരത്തിയെ നാം അകറ്റി തുടങ്ങി. അറിയാതെയെങ്കിലും ചെമ്പരത്തിയുടെ ഗുണഗണങ്ങളെ നാം തമസ്കരിച്ചു. ഈ വാക്കുകളൊക്കെ യാദൃശ്ചികമായിരുന്നു, അല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു സാംസ്കാരിക ഇടപെടൽ തന്നെയായിരുന്നു ഇത്. അത്തരത്തിലുള്ള ഇടപെടൽ കോളനി വാഴ്ചക്കാലം മുതൽ ആരംഭിച്ചതാണ്. നമ്മുടെ ആത്മീയ ചിഹ്നങ്ങളെ, നമ്മുടെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധങ്ങളെയൊക്കെ വിച്ഛേദിച്ചാൽ മാത്രമേ ഈ സംസ്കാരത്തെ നശിപ്പിക്കാനായിട്ട് സാധിക്കൂ എന്ന് മനസ്സിലാക്കിയവർ മെനഞ്ഞെടുത്ത ഒരു അജണ്ട. നാം അതിന് ബലിയാടായി, നാം അതിന് നിന്നുകൊടുത്തു എന്ന് പറയണം. ഇതൊരു മതത്തിന്റെയും ചട്ടക്കൂട്ടിലുള്ളതല്ല, ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ദൈവികവും ഭൗതികവും ശാരീരികവും ഒക്കെ ആയിട്ടുള്ള ഉന്നമനത്തിന് ചെമ്പരത്തി ചെയ്യേണ്ട ഗുണഗണങ്ങളെ നാം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അകറ്റി നിർത്തി. ചെമ്പരത്തി എന്നത് ദേവീ പൂജയിലെ രാജ്ഞി തന്നെയാണ്. അതിനെ വില കുറഞ്ഞത് എന്ന് നാം ചിത്രീകരിച്ചു. ഫലമോ, വീടുകളിൽ നിന്ന് ചെമ്പരത്തി അപ്രത്യക്ഷമായി. നാമൊക്കെ തൊടിയിലും നമ്മുടെ അതിർത്തികളിലുമൊക്കെ ധാരാളം ചെമ്പരത്തി നട്ടു വളർത്തിയിരുന്നു. അത് പൂജാവേളയിൽ പൂജിച്ചുകൊണ്ട് ആ നിവേദ്യത്തിലേക്ക് ഇടുമ്പോൾ, ആ ചൂടുള്ള നിവേദ്യത്തിലേക്ക് ചെമ്പരത്തിപ്പൂവിന്റെ ഗുണഗണങ്ങളും ആഴ്ന്നിറങ്ങി നിവേദ്യത്തോടൊപ്പം ചെമ്പരത്തിയുടെ ഔഷധ ഗുണങ്ങളും നമുക്ക് ലഭിച്ചിരുന്നു. ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് ആ ചെമ്പരത്തിയുടെ ഔഷധ ഗുണങ്ങൾ അന്യം നിന്നിരിക്കുകയാണ്. വീടുകളിൽ നിന്ന് ചെമ്പരത്തി അപ്രത്യക്ഷമായതോടുകൂടി നമ്മുടെ മനസ്സുകളിൽ നിന്ന് ആത്മീയതയും ക്ഷയിക്കാൻ തുടങ്ങി. ചെമ്പരത്തി ഔഷധങ്ങളുടെ രാജ്ഞി തന്നെയാണ്. ദേവീ പൂജയിലെ പുഷ്പങ്ങളുടെ രാജ്ഞിയുമാണ്. ആയുർവേദത്തിൽ ചെമ്പരത്തിപ്പൂവിന്റെ ഗുണഗണങ്ങളെ ധാരാളമായി വിശദീകരിക്കുന്നുണ്ട്. ചെമ്പരത്തി ചായ ഇന്ന് ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. നമ്മളുടെ പൂർവികർ അതിന്റെ ഗുണഗണങ്ങളെ
നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞു തന്നിരുന്നു. അതുകൊണ്ട് തന്നെ ചെമ്പരത്തി ഒരു പൂവ് മാത്രമല്ല, ജീവൻ നിലനിർത്തുന്ന ഒരു ഔഷധം കൂടിയാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും വിശേഷിച്ച് ഹൃദയത്തെ ആകെ സംരക്ഷിക്കുന്നതിനും ചെമ്പരത്തി സഹായകരമാണ്. രക്തശുദ്ധിയും ശരീരശുദ്ധിയും ചെമ്പരത്തിയുടെ മറ്റൊരു ധർമ്മമാണ്. മുടി കൊഴിച്ചിൽ തടഞ്ഞ് മുടി വളർച്ചയ്ക്ക് ചെമ്പരത്തി സഹായിക്കുന്നു. മനസ്സിനെ ശമിപ്പിക്കുകയും മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിനും ചെമ്പരത്തി ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ചെമ്പരത്തിപ്പൂ മാനസിക പ്രശ്നമുള്ളവർക്ക് ചെവിയിൽ ചൂടുന്നത് ഉത്തമമാണ് എന്ന് പറയുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ നാം തൊഴുത് കഴിഞ്ഞതിന് ശേഷം ശാന്തിക്കാരിൽ നിന്നും കിട്ടുന്ന പ്രസാദത്തിൽ ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ മടിക്കാതെ ഇനി മുതൽ അത് ചെവിയിൽ ഒന്ന് ചൂടുക. ആരൊക്കെ നിങ്ങളെ കളിയാക്കിയാലും അല്ലെങ്കിൽ ആരൊക്കെ അതിനെ തള്ളി പറഞ്ഞാലും അതിൻ്റെ ഗുണഗണങ്ങളെ മനസ്സിലാക്കി ചെമ്പരത്തിപ്പൂ ചെവിയിൽ ചൂടുക. അത് നിങ്ങൾക്ക് ശരീരത്തിന് മനസ്സിന് ഒക്കെ ഒട്ടേറെ ഗുണം നൽകും. കൂടാതെ ചെമ്പരത്തി ഹോർമോൺ ബാലൻസ് ചെയ്യുന്നു എന്നാണ് ആധുനിക ശാസ്ത്രവും പറഞ്ഞു തരുന്നത്. ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും താപനില നല്ല രീതിയിൽ നിലനിർത്താനും അത് സഹായിക്കുന്നു. അതായത് ഇത് വെറും ഭ്രാന്തിന്റെ പ്രതീകമല്ല, ശാന്തി നൽകുന്ന പൂവാണ് ചെമ്പരത്തി എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ മുറ്റത്തെ ചെമ്പരത്തി നാം മറന്നു പോയിരിക്കുന്നു. അതൊരു സത്യമാണ്. നാം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ദേവിക്ക് പ്രിയപ്പെട്ട ഒരു പുഷ്പം നിൽക്കുന്നു. അത് പ്രകൃതി നമുക്കായി ഒരുക്കി നൽകിയത് തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ നാം എന്തിനാണ് പുറത്തു പോയി വില കൊടുത്ത് പുഷ്പങ്ങൾ വാങ്ങുന്നത്? അതിന്റെ ഫലമോ പ്രകൃതിയുമായ ബന്ധം നമുക്ക് നഷ്ടപ്പെടുന്നു. പൂ വിറുക്കുമ്പോൾ ആ പൂവിന്റെ സാന്നിധ്യം പോലും നമ്മളുടെ ശരീരത്തിന് ഗുണകരമാണ്, മനസ്സിന് ശാന്തി നൽകും. ചെമ്പരത്തി പൂ കൊണ്ട് ചായ ഉണ്ടാക്കി കുടിച്ചു നോക്കൂ. നമ്മുടെ തൊടിയിലെ ചെമ്പരത്തി പുഷ്പങ്ങൾ ഇറുത്തെടുത്ത് ദേവീ ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ചു നോക്കൂ. അത് നമുക്ക് ഗുണപ്രദമാണ്. ഇത് വെറും ഒരു ശീലമല്ല, നമ്മളുടെ സംസ്കാരത്തിന്റെ നഷ്ടമാണ് അതിനെ തിരികെ കൊണ്ടുവരിക. നമ്മുടെ പൂർവികർ ചെമ്പരത്തി വീട്ടുമുറ്റത്തിൽ നട്ടത് ദേവീപ്രീതിക്കും ഔഷധ ഗുണത്തിനും ശുഭ ചൈതന്യം ലഭിക്കുന്നതിനും വേണ്ടി തന്നെയാണ്. അവർക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഈ ഒരു പൂവ് മതി ഒട്ടേറെ കാര്യങ്ങൾക്ക് ഗുണപ്രദമായി ഭവിക്കുവാനെന്ന്. മുറ്റത്തെ ചെമ്പരത്തി അവഗണിച്ച് പുറത്തുനിന്ന് പൂവ് തേടുന്നവർ നാം പ്രകൃതിയെ മറക്കുകയാണ്, നമ്മുടെ പാരമ്പര്യത്തെ മറക്കുകയാണ്. സ്വന്തം വീട്ടിലെ ദൈവീകത കാണാതെ പുറത്ത് ദൈവത്തെ അലഞ്ഞു നടക്കുന്നത് പോലെ. ചെമ്പരത്തി ചുവപ്പാണ്, അത് ശക്തിയുടെ നിറമാണ്, അത് ജീവന്റെ നിറമാണ്. ദേവിക്ക് ചെമ്പരത്തി സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലെ തന്നെ ശക്തിയെ നാം ഉണർത്തുകയാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചത്, അകറ്റി നിർത്തിയത് ഒരു പൂവിനെ മാത്രമല്ല, ഒരു സംസ്കാരത്തെ കൂടിയാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, ചെമ്പരത്തി ഭ്രാന്തിന്റെ അടയാളമല്ല, ഭ്രാന്തിന് പോലും ചികിത്സ സഹായകരമാകുന്ന പുഷ്പമാണ്. ഇത് ഭക്തിയുടെ അടയാളമാണ്, ഇത് ആരോഗ്യത്തിന്റെ അടയാളമാണ്, ഇത് ദേവിയുടെ അനുഗ്രഹത്തിന്റെ പ്രതീകമാണ്. മറ്റെല്ലാത്തിനും പ്രധാനമായി ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നിലനിൽക്കുന്ന ദൈവിക സാന്നിധ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.